ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രൈസി ആൻഡ് ക്രാഫ്റ്റ്. ഐ ആം ഐശ്വര്യ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു വെക്കല്ലേ. അപ്പം ഞാനിങ്ങനെ ഇന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു ഒരു ബോട്ടിലാട്ട് ചെയ്യാമെന്ന്. ബോട്ടിലാട്ടില്ലാണ്ട് എന്ത് വിഷുവില്ല. അപ്പം നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാട്ട് ചെയ്താലോ? നേരെ വീട്ടിലോട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കുപ്പി എടുക്കാൻ. എൻ്റെ ഈ കുപ്പി ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുപ്പി എടുത്തതാണ്. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് അടിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മൊത്തം ഞാൻ കാണിക്കുന്നില്ല, ഏത് പെയിൻ്റാണ് അടിക്കുന്നത് പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പോൾ യെല്ലോ എടുക്കുക, യെല്ലോ ഒരു പകുതി പോർഷനിൽ അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓറഞ്ച് എടുക്കാം. ഓറഞ്ചും മേലെ തൊട്ടിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഹാഫ് പോർഷൻ വരെ ഓറഞ്ച് അടിക്കാം. നമുക്കിത് അടിച്ചിട്ട് കാണാം. ഓക്കെ, ഞാനപ്പോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. റെഡ് ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനിലാണ് ഇത് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. എനിക്ക് ഒരു കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. റെഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നിയതുമേ രസമില്ല കാണാനായിട്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒരു കൃഷ്ണനെ വരച്ചെടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു കൃഷ്ണനാണ് വരച്ചേക്കുന്നത്. ഗൂഗിളിൽ പോയിട്ട് ഒരു പിക്ചർ എടുത്ത് വരച്ചേക്കാണ്. ക്യൂട്ടായിട്ടില്ലേ ഈ കൃഷ്ണൻ? അപ്പോൾ ഈ കൃഷ്ണനെ നമ്മൾ ബോട്ടിലോട്ട് വരയ്ക്കാൻ പോവുകയാണ്. ട്രേസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അല്ലാണ്ട് വരയ്ക്കാൻ നമുക്ക് ഈസി അല്ല, കറക്റ്റ് ആവില്ല. അപ്പോൾ വരച്ചിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ കൃഷ്ണനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ കൃഷ്ണൻ്റെ ആ ലൈനിൽ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്. ഞാൻ എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ബ്ലാക്ക് കളറൊക്കെ. ഇനി കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് ചില സ്ഥലത്തൊക്കെ അടിക്കുന്നുണ്ട്. ഇത് വെണ്ണയുടെ പോർഷൻ ഒന്ന് വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുടിയുടെ അവിടെ ഒരു സാധനമില്ല, മണിമുടി പോലത്തെ സാധനം, അവിടെ നമ്മൾ പെയിൻറ്റിൻ്റെ ബ്രഷിന് ബാക്ക് യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് പെയിൻറ്റ്. നിങ്ങൾക്ക് വേറെ വല്ല ടൂൾസ് യൂസ് ചെയ്യാം, അങ്ങനെ എന്താണ് യൂസ് ചെയ്യാം കേട്ടോ, ബ്ലാക്ക് ഡോട്ട് ഇടാനായിട്ട്. പിന്നെ മാലയുടെ അവിടെ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പോർഷനിലൊക്കെ നമ്മളിങ്ങനെ വൈറ്റ് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളേഴ്സൊക്കെ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഇനി ഈ സാധനം ഒന്ന് നമുക്കൊന്ന് അലങ്കരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ത്രെഡ് എടുക്കുക. ഇതൊക്കെ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ ഓരോ സാധനമൊക്കെ മേടിക്കുമ്പോൾ കെട്ടി തരുന്ന ഒരു നൂലില്ലേ, ആ നൂലാണ്. നിങ്ങൾക്ക് കട്ടിയുള്ള നൂല് എടുക്കാം കേട്ടോ. വൂളൻ ത്രെഡൊക്കെ എടുക്കണം, കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ അടുത്തതാണ് പിസ്ത. ഇവനാണ് മെയിൻ താരം. എൻ്റെ എല്ലാ ബോട്ടിലാട്ടിലും ഇവരില്ലാത്തൊരു പരിപാടിയില്ല. പിസ്താശല്ല എവിടെ നിന്നാലും കിട്ടുമല്ലോ, ഉണ്ടാവുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇത് ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടി ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളത് എടുക്കുക. നമുക്കത് ചെയ്ത് വരുമ്പോഴാണ് ഇത് എത്രത്തോളം വേണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവനെ നമുക്ക് കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെയൊന്ന് കാണാം. വായോ. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ്. നല്ലൊരു ഗ്ലൂ ആണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30 റുപ്പീസാണ്. 20 റുപ്പീസിൻ്റെ ഉണ്ട്, 40 റുപ്പീസിൻ്റെ ഉണ്ട്, പല റേറ്റിനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം. അപ്പോൾ ഇത് നല്ല സംഭവമാണ് കേട്ടോ. നന്നായി ഒട്ടും, വേഗം ഒട്ടും. ഫെവിക്കോൾ യൂസ് ചെയ്യാം, പക്ഷേ അത് കുറേ ടൈം എടുക്കും. ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം. എനിക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് ഒട്ടും കേട്ടോ. അത്ര ടൈമൊന്നും വേണ്ടത് ഒട്ടാനായിട്ട്. വേഗം പരിപാടി കഴിയുന്നതാണ്. ഈ സാധനം വെച്ച് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയായിട്ട് 4ആയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്, ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഗ്ലൂ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് പിടിച്ചെടുക്കാം. ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുക, ഒന്ന് കട്ടി കൂട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനം ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മേലേന്ന് ഒട്ടിച്ചു തുടങ്ങുക. മേലേന്ന് തൊട്ടിട്ട് ആ കൃഷ്ണൻ്റെ കൈയില്ലേ, അവിടെ വരെയാണ് ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ത്രെഡിന് നീളം അനുസരിച്ച് എവിടെയാണ് ഒട്ടിക്കുന്നത് തോന്നുന്നത് അവിടേക്ക് ഒട്ടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേലെ പിസ്താശയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും കത്തി ഉണ്ടാവും. കണിക്കൊന്നയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫ്ലവേഴ്സ് എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെയാണ്. എല്ലായിടത്തും ഫ്ലവറല്ല, കുറച്ച് അങ്ങനെ മുട്ട പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ആ ത്രെഡുമ്മ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അതൊന്നും നൂലുമ്മ പിടിക്കാൻ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ യെല്ലോ കളർ കൊടുക്കാം ആ പൂക്കളിന്. ഓക്കെ, അപ്പം നമ്മൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗ്രീൻ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്ന് ഒറിജിനാലിറ്റി തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗ്രീൻ കളേഴ്സൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുണ്ട് ഒരു ഗ്രീൻ സാധനം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. അത് നമ്മൾ കണിക്കൊന്നയിൽ കാണില്ല ഒരു ഗ്രീൻ സാധനം ആ സെൻറ്ററിൽ, അതാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഗ്രീൻ ടാപ്പ് ഇല്ല, എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടുന്നതാണ് ഗ്രീൻ ടാപ്പ്. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ പിരിച്ച് കൊടുത്തേക്കാണ്. കണ്ടോ, ഇങ്ങനെ പിരിച്ച് ഞാൻ ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുപ്പി അതിൻ്റെ ഇടയിൽ ഒട്ടിച്ചു കൊടുക്കണം. കുറേയൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ, കുറേയൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സെൻറ്ററിൽ, ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്ലൂ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സാധനം ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വലിയ പരിപാടിയൊന്നുമല്ല, ചെറിയ പരിപാടിയാണ്. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഈ സാധനം. അപ്പോൾ കുറച്ച് ഒറിജിനാലിറ്റി തോന്നുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഫൈനലി ഞാൻ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ്ലി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മേലത്തെ പോർഷൻ അടിയത്തെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ബ്ലാക്ക് കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് അലങ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഐഡിയയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, എങ്ങനെയുണ്ട് വീഡിയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കൃഷ്ണനും നല്ല കണിക്കൊന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബോട്ടിലാട്ട് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വിഷു ക്രാഫ്റ്റ്സും ഡ്രോയിങ്സും ഒക്കെ ഉണ്ടാവും. ബോട്ടിലാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാളെ വിളിച്ചാലോ നമുക്ക്? പൊന്നൂസ് ആയോ? അപ്പോൾ ഇതാണ് പൊന്നൂസ്, അതിറെന്നാണ് പേര്. എൻ്റെ അനിയനാണ്, മമ്മൻ്റെ മോനാണ്. അപ്പം ഇവനോട് ചോദിക്കാം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്, കിഡിലായിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? എങ്ങനെയുണ്ട് കൃഷ്ണനും കണിക്കൊന്നയൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. കൃഷ്ണനെ എങ്ങനെയാ വരച്ചേ? കൃഷ്ണനെ കയ്യുണ്ട്. രസമില്ലട്ടാ. താങ്ക് യു. അപ്പൊ നിങ്ങൾ നിങ്ങൾ പറയണൊക്കെ നിങ്ങളെല്ലാം നിങ്ങൾ കുറ്റം പറയാണെങ്കിൽ കുറ്റം പറഞ്ഞോ, അതോ കുറ്റം പറയണ്ടെങ്കിൽ കുറ്റം പറയണ്ട കേട്ടാ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്തിട്ട് ഫോട്ടോ അയച്ചോ, അങ്ങനെ ചെയ്യാം. പിന്നെ ചേച്ചിക്ക് ലൈക്ക് ചെയ്യണേട്ടാ, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണേട്ടാ. അപ്പൊ അടിപൊളിയായിട്ട് ഉണ്ട്, അടിപൊളി കേട്ടാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം, ഞാൻ എന്തായാലും സ്റ്റോറിയൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.